Hello everyone, welcome to Commerce Classroom. ഇൻകം ടാക്സിലെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. 2 മാർക്കിനും അതുപോലെ തന്നെ ഷോർട്ടേസ്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്? The income of the other person shall be included in the assessee's total income. മറ്റൊരാളുടെ ഇൻകം ഒരു അസസിയുടെ ടോട്ടൽ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. ഇൻക്ലൂഷൻ ഓഫ് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻ ദി ഇൻകം ഓഫ് ദി അസസീസ് ഈസ് കോൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. മറ്റൊരാളുടെ ഇൻകം അസസിയുടെ ഇൻകമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയാം. ഇപ്പൊ ഏതൊക്കെ ഇൻകംസ് ആണ് ക്ലബ് ചെയ്യുന്നത് എന്നതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, transfer of income without transfer of asset. If a person transfers asset to another person without transferring the ownership of the asset, the income from such asset shall be deemed to be the income of the transfer. ഒരു ട്രാൻസ്ഫറർ മറ്റൊരാൾക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു അസറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം ആരാണോ ട്രാൻസ്ഫർ ചെയ്ത ആരാണോ അയാളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. ഓക്കെ. സെക്കൻഡ് വൺ ആണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഒരു എക്സാമ്പിളിലൂടെ പറയാം നമുക്ക് എന്താണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, മിസ്റ്റർ എക്സ്, പാർട്ണർ ഓഫ് എ ഫേം, സെൽസ് ഹിസ് ബിൽഡിംഗ് ടു ദ ഫേം ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ ബിൽഡിംഗ് മസ്റ്റ് ബി റിട്ടേൺഡ് ടു ഹിം ഇൻ ദ ഈവന്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഒരാൾ മിസ്റ്റർ എക്സ് ഒരു ഫേമിന്റെ പാർട്ണറാണ്. അദ്ദേഹം അയാളുടെ കയ്യിലുള്ള ബിൽഡിംഗ് ആ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? The building must be returned to him in the event of dissolution of partnership. പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിംഗ് തിരിച്ച് ഇങ്ങോട്ട് തരണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ആ ബിൽഡിംഗ് മിസ്റ്റർ എക്സ് എന്ത് ചെയ്യുന്നത്? ആ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് സെയിൽ ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ മനസ്സിലായല്ലോ. അപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റിവോക്കബിൾ ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് കണ്ടെയ്നിങ് എ ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവും. ഫോർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റീട്രാൻസ്ഫർ ഓഫ് ദി ഇൻകം ഓർ ദ അസറ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ അത് റീട്രാൻസ്ഫർ ഇങ്ങോട്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറർക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ട് തരും എന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയാം. Transfer of asset containing a clause by which the transferor can directly or indirectly reassume right over the asset or income therefore. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ അത് തിരിച്ച് ഇങ്ങോട്ട് അതിന്റെ റൈറ്റ് തിരിച്ച് ട്രാൻസ്ഫർക്ക് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇൻകം അറൈസിംഗ് ടു എനി പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ദ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഷാൾ ബി ഡീംഡ് ടു ബി ദ ഇൻകം ഓഫ് ദി ട്രാൻസ്ഫർ. അപ്പോൾ ആ ഒരു റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റിൽ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടോട്ടൽ ഇൻകം. ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് ആരാണോ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. തേർഡ് വൺ ആണ് ഇൻകം ഓഫ് സ്പൗസ്. ഇതിൽ 2 കണ്ടീഷനാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, എനി ഇൻകം വിച്ച് അറൈസസ് ടു എ സ്പൗസ് ഇൻ ദി ഫോം ഓഫ് സാലറി, കമ്മീഷൻ എക്സെട്ര. സ്പൗസിന് സാലറി ആയിട്ടോ കമ്മീഷനായിട്ടോ മറ്റു രീതിയിലോ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ആ ഒരു വ്യക്തിക്ക്, സ്പൗസിന്, ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അവർക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദി കേസ് ഓഫ് കമ്പനിയുടെ കേസിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 20% ഓഫ് ദി ഷെയർ, 20% കുറയാത്ത വോട്ടിംഗ് പവർ ഉള്ള ആളുകളെയാണ് നമ്മൾ, അങ്ങനെയുള്ളവരെയാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതേപോലെ മറ്റു കേസ് ആണെന്നുണ്ടെങ്കിൽ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് നോട്ട് ലെസ് ദാൻ 20% ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി കൺസേൺ. 20% കുറയാത്ത പ്രോഫിറ്റ്സ് ഉള്ള കമ്പനികളിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്പൗസ്, ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അവരുടെ ഇൻകം എന്ത് ചെയ്യും? ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ ഇൻകമായിട്ട് ക്ലബ് ചെയ്യും. ആർക്കാണോ കൂടുതൽ, ഇപ്പം ഹസ്ബൻഡിന്റെ ഇൻകം ഗ്രേറ്റർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ വൈഫിന് സാലറി ആയിട്ടോ കമ്മീഷനായിട്ടോ മറ്റെവിടെയെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ വൈഫിന്റെ ഇൻകം എന്ത് ചെയ്യും? ഹസ്ബൻഡിന്റെ ഇൻകമായിട്ട് ക്ലബ് ചെയ്യും.
ഓക്കെ. ഇൻകം അറൈസിംഗ് ഫ്രം ദ അപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ സ്കില്ല്, ടാലന്റ്, എക്സ്പീരിയൻസ് ഷാൾ നോട്ട് ബി ക്ലബ്ഡ്. പേഴ്സണൽ സ്കില്ല് വെച്ചിട്ടുള്ള ഇൻകംസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ടാലന്റ്, എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ലബ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ വൈ ഇസ് ദ വൈഫ് ഓഫ് മിസ്റ്റർ എക്സ്. ഇപ്പോൾ മിസ്റ്റർ എക്സിന്റെ വൈഫാണ് വൈ എന്ന് പറയുന്നത്. വൈ എന്ത് ചെയ്യുന്നുണ്ട്, ആസ് എ മാനേജർ ഓഫ് ദി ഹോസ്പിറ്റൽ വിത്തൗട്ട് റിക്വസിറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ഹോസ്പിറ്റൽ ഗീവ്സ് ഹെർ സാലറി. ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ എക്സിന്റെ ഹോസ്പിറ്റലിൽ വൈ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ബി ക്ലബ്ഡ് വിത്ത് ദ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്. അപ്പൊ ഇതെന്ത് ചെയ്യും, സാലറി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊന്നുമില്ല, ഹസ്ബൻഡിന്റെ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇൻകം എക്സിന്റെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും, എക്സിന്റെ ഇൻകത്തോട് കൂടെ ക്ലബ് ചെയ്യും. On the other hand, if Mrs. Y is a doctor and gets salary from the hospital, it shall not be clubbed. ഇനി നേരെ മറിച്ച് വൈഫ് എന്ന് പറഞ്ഞാൽ മിസ്സസ് വൈ ആ ഹോസ്പിറ്റലില് ഡോക്ടറാണ്, അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ക്ലബ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്, പേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ ടാലന്റ്, എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരാൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറ്റുള്ള ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യില്ല എന്നുകൂടെ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഓക്കെ. രണ്ടാമത്താണ് where an individual transfers an asset other than house property to spouse without receiving adequate consideration, income from such property is clubbed with the income of the transfer. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്പൗസ് an asset other than the house property, ഒരു ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത മറ്റു അസറ്റുകൾ സ്പൗസിന് ഒരു കൺസിഡറേഷനും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ, ആരാണോ ട്രാൻസ്ഫറർ, ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, ആരാണോ ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ആ സെറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫറർ ആരാണോ അവരുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. ഫോർത്ത് വൺ ആണ് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ അസറ്റ് ആഫ്റ്റർ 31st May 1973 വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ ടു ഹിസ് ഡോട്ടർ ഇൻ ലോ അഥവാ സൺസ് വൈഫ്, അവർക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇല്ലാതെ 1973 മെയ് 31 ശേഷം ഏതെങ്കിലും ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൽ നിന്നും എന്തെങ്കിലും ഇൻകം അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരാണോ ട്രാൻസ്ഫറർ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. Then fifth one, income from asset transfer to a person or association of person for the benefit of spouse. സ്പൗസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണിന് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ, ആ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ട്രാൻസ്ഫറുടെ ടോട്ടൽ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും. ദെൻ മറ്റൊന്ന് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു പേഴ്സൺ ഓർ AOP ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. നേരത്തെ പറഞ്ഞു സ്പൗസ് എന്നാ പറഞ്ഞത്, ഇവിടെ സൺസ് വൈഫ്, മകന്റെ വൈഫിന്, സൺസ് വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് AOPക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും, ആരാണോ ട്രാൻസ്ഫറർ ആ ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട്, ടോട്ടൽ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും. സെവൻത് വൺ ആണ് ഇൻകം ഫ്രം ബിസിനസ്. Where an individual transfers an asset to the spouse or son's wife and such asset is invested in a business by the transfer. ഒരു ഇൻഡിവിജ്വൽ ഒരു അസറ്റ് സ്പൗസിനോ അല്ലെങ്കിൽ സൺസ് വൈഫിനോ ട്രാൻസ്ഫർ ചെയ്യുകയും, ആ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് ഈ ട്രാൻസ്ഫറി ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ്സ് ഫ്രം സച്ച് ബിസിനസ് ഷാൾ ബി ക്ലബ്ഡ് വിത്ത് ദ ഇൻകം ഓഫ് ദി ട്രാൻസ്ഫർ. ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യണം. ആ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് താഴെ. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ട്രാൻസ്ഫറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഇത് കണ്ടിട്ട് ഈ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്തിരിക്കണം. If the investment is in the form of capital contribution to a partnership firm, interest on capital allowed by the partnership firm will be clubbed with the income of the transfer. ഇനിയിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് കൊടുത്തതെങ്കിൽ, ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതെങ്കിൽ, ആ ഒരു ട്രാൻസ്ഫർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതെങ്കിൽ അവിടുന്ന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആരുടെ ഇൻകം ആയിട്ടാണ് ക്ലബ് ചെയ്യുന്നത്, ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് ചെയ്തിരിക്കണം, ക്ലബ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദി പാരന്റ് ഹാവിംഗ് ഗ്രേറ്റർ ഇൻകം. മൈനറുടെ ഇൻകം പാരന്റിന്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും.
അത് ഫാദർ ആവട്ടെ മദർ ആവട്ടെ ആരുടെ ഇൻകം ആണ് ഗ്രേറ്റർ അവരുടെ ഇൻകം ആയിട്ട് മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യും. ഇഫ് ദ മാരേജ് ഓഫ് ദി പാരന്റ് ഡസ് നോട്ട് പെർസിസ്റ്റ് ഇൻകം വിൽ ബി ക്ലബ്ഡ് വിത്ത് ദ ഇൻകം ഓഫ് ദി പാരന്റ് ഹൂ ലുക്സ് ആഫ്റ്റർ ദി ചൈൽഡ്. അപ്പോൾ കുട്ടിയെ ആരാണോ നോക്കുന്നത് ആ പാരന്റിനുമായിട്ടാണ് എന്ത് ചെയ്യുക, ക്ലബ് ചെയ്യുക. ഇഫ് ദ മാരേജ് ഓഫ് ദി പാരന്റ്സ് ഡസ് നോട്ട് പെർസിസ്റ്റ്. ഓക്കെ. മൈനർ ചൈൽഡ് ഇൻക്ലൂഡ് സ്റ്റെപ്പ് ചൈൽഡ് ആൻഡ് അഡോപ്റ്റഡ് ചൈൽഡ്. മൈനർ ചൈൽഡ് സ്റ്റെപ്പ് ചൈൽഡ് ആവാം അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ് ഒക്കെ. മൈനേഴ്സ് ഇൻകം ഈസ് നോട്ട് ക്ലബ്ഡ് ഇൻ ദി ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന കേസിൽ മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യില്ല. ഒന്ന്, where the minor earns income employing personal skill, talent or experience. പേഴ്സണൽ സ്കില്ലിലൂടെ അല്ലെങ്കിൽ ടാലന്റിലൂടെ എക്സ്പീരിയൻസിലൂടെ ഒക്കെ മൈനർ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റു ഇൻകം ആയിട്ട് അല്ലെങ്കിൽ പാരന്റിന്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യില്ല. ദെൻ ദ മൈനർ ഏൺസ് ഇൻകം ഫ്രം മാനുവൽ വർക്ക്. മാനുവൽ വർക്കിന് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ ദ മൈനർ ഈസ് എ ഹാൻഡിക്യാപ്ഡ് ചൈൽഡ് ഫിസിക്കലി ഓർ മെന്റലി. ഫിസിക്കലി ഓർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകവും എന്ത് ചെയ്യില്ല, ക്ലബ് ചെയ്യില്ല. Then agricultural income of a minor child of the assessee has to be included in the income of the assessee for determining the rate of tax applicable on the income of the assessee. മൈനറുടെ അഗ്രികൾച്ചറൽ ഇൻകവും അതെന്ത് ചെയ്യും, അസസിയുടെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ടാക്സ് റേറ്റ് എത്രയാണ്, മാക്സിമം സ്ലാബ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, when the minor's income is clubbed, the parent is eligible for exemption of rupees 1,500 or actual income of the minor, whichever is less. അപ്പോൾ മൈനർ ഇൻകം ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റിന് 1,500 രൂപ എന്ത് കിട്ടും, എക്സംഷൻ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇൻകം ഓഫ് ദി മൈനർ, ഇതിൽ ഏതാണോ കുറവ്, 1,500-ലേറെ കുറവാണ് മൈനറുടെ ഇൻകം എങ്കിൽ അത്രയും എക്സംഷൻ കിട്ടും, അല്ലെങ്കിൽ 1,500. അപ്പോൾ മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് 1,500 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സ്. എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, മിസ്റ്റർ എക്സ് ട്രാൻസ്ഫേഴ്സ് ആൻ അസറ്റ് ടു മിസസ് ബി ഹു ഇസ് മിസ്റ്റർ എക്സ് വൈഫ്. അപ്പോൾ മിസ്റ്റർ എക്സ് എന്നൊരു വ്യക്തി എയുടെ ഭാര്യയായ വൈഫായ ബിക്ക് എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ മിസ്റ്റർ എ ട്രാൻസ്ഫേഴ്സ് ആൻ അസറ്റ് ടു മിസസ് വൈ ഹു ഇസ് ദ വൈഫ് ഓഫ് മിസ്റ്റർ എ. അപ്പോൾ മിസ്റ്റർ എക്സ് എയുടെ വൈഫായ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മിസ്റ്റർ എ എക്സിന്റെ വൈഫായ വൈക്ക് എന്ത് ചെയ്യുന്നു, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ക്രോസ് ട്രാൻസ്ഫർ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. അപ്പോൾ ക്രോസ് ട്രാൻസ്ഫറിന്റെ കേസിൽ, ദി കേസ് ഓഫ് ക്രോസ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, ഇൻകം ഫ്രം അസറ്റ് സോ ട്രാൻസ്ഫേർഡ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. അപ്പോൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. ഇനി നെക്സ്റ്റ്, ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി. വെൻ എ മെമ്പർ ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF transfers is self-acquired property to the common benefit of the HUF. HUF-ൽ ഒരു മെമ്പർ HUF-ന്റെ കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് എന്ത് ചെയ്തു, ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി. അതിനാണ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇൻകം ഫ്രം ദ കൺവേർട്ടഡ് പ്രോപ്പർട്ടി is clubbed with the income of the transferor and the HUF is not liable to pay tax on converted property with effect from 31st December 1969. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു HUF-ലെ ഒരു മെമ്പർ HUF-ന്റെ കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും, ആരാണോ ട്രാൻസ്ഫറർ ആ ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, ബിനാമി ട്രാൻസാക്ഷൻ. ബിനാമി എന്ന് പറയുന്നത് മീൻസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് റിയൽ, ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ബിനാമി. When a person enters into a transaction with a non-existent person with the intention of tax evasion, it is called a binami transaction. ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്, ഇന്റൻഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. Such a non-existent person, the person to whom such a transaction is entered into is called ബിനാമിദാർ. അപ്പോൾ അങ്ങനത്തെ ആളുകളെയാണ് ബിനാമിദാർ എന്ന് പറയാം. If the assessing officer is of the view that a particular transaction is binami, tax shall be levied on the real person, not on the ബിനാമിദാർ. ഇനി അസസിംഗ് ഓഫീസർ ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ ഒരു ടാക്സ് വെട്ടിപ്പുണ്ട്, ബിനാമി ട്രാൻസാക്ഷൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആരാണോ റിയൽ പേഴ്സൺ ആ റിയൽ പേഴ്സൺ എന്ത് ചെയ്യും, ഈ ഒരു ഇൻകത്തിന്റെ കൂട്ടത്തിൽ ആ റിയൽ പേഴ്സന്റെ ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യുകയും അതിന് ടാക്സ് ചാർജ് ചെയ്യുകയും ചെയ്യും. അതിനാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ക്ലബിംഗ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അഗ്രിഗേഷൻ ഓഫ് ഇൻകം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.